and tapping great songs, and most of all, hands are for clapping. And so they all happily use their hands for clap. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തിരക്കുകളൊന്നുമില്ല. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് ജോലിക്ക് പോകണ്ട. അപ്പം വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ 8 മണിക്കിപ്പുറം എനിക്ക് ലഞ്ചും അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കണം. കാരണം ചേട്ടായിക്ക് ജോലിയുണ്ട്, ചേട്ടായിക്ക് പോകണമല്ലോ. അപ്പം ലഞ്ചും പാക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം 1 വീക്കിലേക്കുള്ള മീൽ പ്ലാനിങ് ഒന്നുമില്ല. പകരം തലേന്ന് ഞാൻ ഓർത്ത് ഓരോന്ന് റെഡിയാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തലേന്ന് വൈകുന്നേരം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറിനുള്ള പരിപ്പൊക്കെ നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു സ്പൂണ് പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഈ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ തിളച്ച് തൂവിപ്പോവും. ഇങ്ങനെ വിസിൽ വരുമ്പോൾ ചുറ്റും ആവില്ല എന്ന് പറയുന്നത് നേരാട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച് നേരാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്ത് ചെയ്തതാണ്. പക്ഷേ അത് സക്സസ് ആയി. അപ്പോൾ അരി തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നമ്മൾ രാവിലെ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ തോരൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ തോരനുള്ളത് എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്. ക്യാബേജ് അരിഞ്ഞ് ചോപ്പറിൽ അരിയുന്നതിനേക്കാളും നമ്മൾ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ചെറുതായിട്ട് അത് അരിഞ്ഞെടുത്ത് കഴിയുമ്പം അങ്ങ് കുഴഞ്ഞു പോകുന്നു. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി അങ്ങനെ തന്നെ നമ്മൾ മിക്സിയിലൊന്നും അരയ്ക്കാതെ മുളകും ഉള്ളിയും തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ടേസ്റ്റ് ആയിരിക്കും ക്യാബേജ് തോരനകത്ത്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ ഇതെല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുക. പിന്നെ പൊതുവെ ക്യാബേജ് എന്ന് പറയുന്ന സംഭവം ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ഇവിടെ. എന്തെങ്കിലും ഒരു തോരനാക്കണമല്ലോ. എല്ലാ ദിവസവും ഇപ്പം എന്താ ഇതിന് മാത്രം തോരനാക്കാൻ പല പല പച്ചക്കറികൾ മാറി മാറി കൊണ്ടുവരണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ചെറിയ ക്യാബേജൊക്കെ വാങ്ങിക്കാറുള്ളൂ. കാരണം ആർക്കും അത്ര ഇഷ്ടമല്ല ക്യാബേജ് തോരൻ. എങ്കിലും ഇടയ്ക്കൊക്കെ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് കറി വെക്കും കേട്ടോ. അപ്പം ഈ സ്ലാബിൽ ഇങ്ങനെ വെള്ളം വീണ് കിടക്കുന്നൊരു തൃപ്തികരമല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ തൂത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇച്ചിരി വെള്ളം വിട്ടിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ തൂത്തുകളയും. അതുപോലെ തന്നെ ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കണം. അങ്ങനെ ഒത്തിരി തവണ കൈയൊക്കെ പൊള്ളുവേ. ഈ ഫുഡ് വെച്ചിട്ട് നമ്മളെന്തെങ്കിലും അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കടുകൊക്കെ പൊട്ടിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആവി വെള്ളം വീണും ഒക്കെ ആയിട്ട് ഈ ആ ഒരു ഗ്ലാസ് ഇങ്ങനെ നനഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ അഴുക്കായി കിടക്കുമ്പോൾ ഒരു തൃപ്തി തോന്നത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തൂക്കലാണ്. തൂത്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഈ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലൊക്കെ മുട്ടി അറിയാണ്ട് കൈയൊക്കെ പൊള്ളും. പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കായും തക്കാളി ഞാൻ അരിഞ്ഞിട്ടില്ലായിരുന്നു, ബാക്കിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലൂടെ അടിച്ചിട്ടുണ്ട്. അതും അങ്ങ് വെന്ത് വന്നോളൂ. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങൾ അടുപ്പിലേക്ക് വേവിക്കാൻ വെച്ചു. അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് അവിടെ എണീറ്റേക്കുന്നത്. കാരണം ഒത്തിരി നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പോകണ്ടല്ലോ. ഇനി പാത്രം കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്താൽ മതിയല്ലോ. പക്ഷേ രാവിലെ തന്നെ എല്ലാ പണികളും തീരും. പിന്നെ നമുക്ക് കുറേ സമയം കിട്ടും. അപ്പോൾ തേങ്ങ പൊട്ടിച്ചതില്ലായിരുന്നു. ഇപ്പോൾ ചിരണ്ടി വെക്കുന്നൊന്നുമില്ല ഞാൻ, കാരണം നമ്മൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചിരണ്ടി വെച്ച് അങ്ങനെ വേറെ ഒരുപാട് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ചിരണ്ടിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ ചമ്മന്തി, ചെമ്മീനും മാങ്ങായും ചേർത്തിട്ടുള്ള ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു ഇത്തിരി മതി നമുക്ക് ചോറിനാനായിട്ട്. നല്ല കാന്താരി മുളകൊക്കെ ഉണ്ട്, അടിപൊളിയായിരിക്കും. പക്ഷേ കാന്താരി മുളക് കിട്ടാനില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ചേർത്തത്. കണ്ടോ, ക്യാബേജ് തോരൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേറിട്ട് കിടക്കും ഇച്ചിരി മുഴുത്തായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് അതിൻ്റെ ഉള്ളി, പച്ചമുളക്, പിന്നെ ചെമ്മീൻ, മാങ്ങ കഷ്ണങ്ങൾ, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കരമായിട്ട് അരഞ്ഞു പോവേ. ഒത്തിരി ചമ്മന്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി റെഡി. ഒരു ചെറിയ കഷ്ണം, ഒത്തിരി പുളിയായിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ. ചെറിയൊരു കഷ്ണം മാങ്ങ മതി. സാമ്പാറിനുള്ള പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഇച്ചിരി സാമ്പാർ പൊടി, മല്ലിപ്പൊടി ലേശം ഇടാറുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാമ്പാർ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഈ ഓരോ സാമ്പാർ പൊടിക്ക് ഓരോ ടേസ്റ്റാണ്. എനിക്ക് ഈ സാമ്പാർ പൊടി അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് തൃപ്തിയായിട്ട് തോന്നിയില്ല. സാമ്പാറിൻ്റെ മണമൊന്നും വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഏറെ കായപ്പൊടിയും കൂടി ഞാൻ പിന്നീട് അങ്ങ് ചേർത്തു കേട്ടോ. കാരണം സാമ്പാർ പൊടി അത്ര മെച്ചമില്ലായിരുന്നു.
ചില സാമ്പാർ പൊടികൾക്ക് നല്ല ടേസ്റ്റ്, നല്ല കായത്തിൻ്റെ മണമൊക്കെ ഉണ്ടാകും, ചിലതിന് അത്രയും ഉണ്ടാകത്തില്ല. അപ്പോൾ കായപ്പൊടി നമ്മൾ സെപ്പറേറ്റ് ചേർക്കേണ്ടി വരും. പിന്നെ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ നമ്മൾ സെപ്പറേറ്റ് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് അങ്ങ് മാറി കിട്ടിക്കോളും നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട്. അതെല്ലാവരും അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെയാണ് സാമ്പാർ വെക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്. വെണ്ടയ്ക്ക സെപ്പറേറ്റ് ചെയ്യുന്നത്, ചിലർ ഒന്നിച്ച് ചേർക്കും കേട്ടോ, ആ ഒരു കൊഴുപ്പ് ഇഷ്ടമുള്ളവർ. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കടുകൂടെ വറുത്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. ആരും ഇപ്പം പിള്ളേരൊക്കെ താമസിച്ച് എണീക്കുള്ളൂ, കാരണം അവധിയല്ലേ. അവധിക്കിപ്പം നേരത്തെ വിളിച്ചെണീപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർ 8:30 9 ആകുമ്പോഴായിരിക്കും എണീറ്റ് വരുന്നത്. അപ്പോൾ ചേട്ടായികൾ പൊതി കെട്ടുവാണ്. സ്ഥിരം 4 പേർക്ക് പൊതി കെട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഒറ്റ ലഞ്ച് ബോക്സ് മതിയേ. പിന്നെ ചേട്ടായി തന്നെ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി വന്ന് എടുത്ത് കുടിച്ചു. പിന്നെ ചമ്മന്തി ഉണ്ട്, ഇന്നത്തെ ലഞ്ചിന് ചമ്മന്തി ഉണ്ട്, പിന്നെ മാങ്ങാച്ചാറുണ്ട്, ക്യാബേജ് തോരനുണ്ട്, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. സാമ്പാറുണ്ട്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ലഞ്ചിൻ്റെ ഇതിൽ. നോൺ വെജ് ഒന്നും ഇന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഊണ് നല്ല കുശാലായിട്ട് കഴിക്കാം. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു, സാമ്പാർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാർ തന്നെ എടുത്തു. മോരുകറി തലേന്ന് വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വൈകുന്നേരം നമുക്ക് ഇപ്പം സാമ്പാർ അടുത്ത ദിവസത്തെ സാമ്പാർ മാത്രം എങ്ങനെയൊക്കെ വെച്ചാലും അതൊരു കുറച്ച് ഏറെ ഉണ്ടാവുമല്ലോ, നമുക്കെല്ലാം പറ്റുന്ന കാര്യങ്ങളില്ല. അപ്പോൾ സാമ്പാർ മാത്രം ഏറെ കാണാം. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഇതായാലും അത് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തേനും കൂടെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ സാമ്പാർ മോരുകറിയൊക്കെ സാധാരണ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കേണ്ടതായിട്ട് വരാറുള്ളൂ. അല്ലാണ്ട് പാകം ചെയ്ത ഭക്ഷണമൊന്നും തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെക്കാറില്ല, അന്നന്നത്തേനുള്ളതേ ഉണ്ടാക്കാറ്. പക്ഷേ ഈ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, സ്ഥിരമായിട്ടത് കൂടുതലുണ്ടാവും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വരുമ്പോൾ. അപ്പോഴേക്കും ചേട്ടായിക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചേട്ടായി പോകാൻ ഇറങ്ങി കേട്ടോ. ഇപ്പം ചേട്ടായിക്കാണെങ്കിൽ സമാധാനത്തോടെ യാത്രയാവാൻ പറ്റുന്നുണ്ട്, കാരണം എല്ലാവർക്കും കൂടെ പോകണ്ട. ചേട്ടായിക്കുള്ളത് മാത്രമേ ചുട്ടിട്ടുള്ളായിരുന്നു, കാരണം കുട്ടികളൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പതിയെ ചുട്ടാൽ മതിയല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ. അല്ലെ ഈ സമയമാകുമ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കി നമ്മൾ ഇറങ്ങണമായിരുന്നു. ഇതിപ്പം എല്ലാ സാവകാശമുണ്ട്, സമയം ഇഷ്ടം പോലെ. രാവിലെ തന്നെ പണികളൊക്കെ തീരുന്നതുകൊണ്ട് നമുക്ക് കുറേയധികം സമയം നമുക്ക് കിട്ടും കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ വാടകയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പണികളൊന്നും ഇല്ല, വളരെ കുറച്ച് പണികളല്ലേ ഉള്ളൂ. പെരയ്ക്കകത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ കൃഷിയോ കാര്യങ്ങളോ ഗാർഡനിങ്ങോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കും. പിന്നെ ഞാൻ ദോശ ബാക്കിയും കൂടെയൊക്കെ റെഡിയാക്കി. പിന്നെ പാത്രം തലേന്ന് കഴുകി വെച്ചതെല്ലാം ഞാൻ തിരിച്ചെടുത്ത് റാക്കിലേക്കൊക്കെ വെച്ചു, കാരണം അടുത്ത ട്രിപ്പ് പാത്രം കഴുകാറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കഴുകി വെക്കണമെങ്കിൽ അത് കാലിയാക്കണമല്ലോ. അപ്പോഴത്തേനും ചെറിയ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. മൂത്താൾ ഇച്ചിരൂടെ ലേറ്റായിട്ടൊക്കെ എണീക്കുള്ളൂ. ഇവള് പിന്നെ ഒച്ച ബഹളമൊക്കെ കേട്ടണമെങ്കിൽ എണീറ്റ് പോരും. അപ്പം തന്നെയൊക്കെ ബ്രഷ് ചെയ്യാൻ ഇത്രയും ദിവസമൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയായിരുന്നു, കാരണം സ്കൂളിൽ പോകേണ്ടപ്പോൾ തനിയെ ബ്രഷ് ചെയ്യാനൊക്കെ തന്നെ ചിലപ്പോൾ ലേറ്റാവും. ഇപ്പം അവധി ആയതുകൊണ്ട് തനിയെ ബ്രഷ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തേക്കാണ്. ഒറ്റ കമത്തലിന് കപ്പിലെ വെള്ളം മുഴുവൻ അങ്ങ് തീർത്തേച്ച്, എന്നിട്ട് വീണ്ടും വെള്ളമില്ല, എന്നിട്ട് മെഴുകുക. തനിയെ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ദോശയൊക്കെ എന്ത് കാപ്പി ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും കേട്ടോ, ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞാലും അവിടെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ദോശക്കൊക്കെ ഇച്ചിരി പഞ്ചസാര വേണം. ഞാൻ നോക്കിയപ്പോൾ സാമ്പാറിലും മുക്കി പഞ്ചസാരയിലും മുക്കിയിട്ട് ദോശ കഴിക്കുന്നു, എന്നിട്ട് പറയും നല്ല സൂപ്പർ ടേസ്റ്റ് ആമേന്ന്. അവർക്ക് ഓരോ കോമ്പിനേഷൻ അവർ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുമല്ലേ. പിന്നെ ദോശ ഒത്തിരി പുളിച്ച് പോകുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ദോശയ്ക്കുള്ള സാമ്പാറും ഒത്തിരി പുളിയുള്ളത് ഇഷ്ടമല്ല, എല്ലാം കൂടെ പുളിയായിട്ടുണ്ട്, ആകെ അസ്വസ്ഥതയാവും. അവിടെ സാമ്പാറിന് പുളി എന്ത് കാണുന്ന സാധനത്തിനാണെങ്കിലും പുളി ഉപ്പും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേ ചേർക്കാറുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ഇനിയിപ്പം ഇച്ചിരി കൂടിപ്പോയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അതേസമയം ഇച്ചിരി കുറച്ചങ്ങ് തീർത്തേക്കുവാണെങ്കിൽ പിന്നെയും ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് പുളിയാണെങ്കിലും ഉപ്പാണെങ്കിലും ഞാൻ കുറേച്ചേ ചേർക്കാറുള്ളൂ കേട്ടോ. രണ്ടും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കാപ്പി കുടിക്കുവാണേ. അടുത്തയാൾ ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ടേ ഉള്ളൂ, പതിയെ വരുള്ളൂ. ആ നേരത്തെ ഞാൻ നേരത്തെ എണീറ്റുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് കഴിച്ചു. ചെറിയ ആൾ ബ്രഷ് ചെയ്ത് വന്നാൽ അപ്പം തന്നെ ഭക്ഷണം കിട്ടണം, അതങ്ങനെയാണ്. സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആദ്യം പാല് കുടിക്കും, പാല് കുടിച്ചിട്ട് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് പിന്നെ കാപ്പി കുടി. ഇതിപ്പോൾ എല്ലാം ഒന്നിച്ച്, കാരണം താമസിച്ചാണല്ലോ എണീക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുവാണേ. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ടി വി ഒക്കെ വേണം, നമ്മുടെ കൂടെ ഇരുത്തി ഫുഡ് കഴിപ്പിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നാൽ കഴിച്ചോളൂ. അല്ലെങ്കിൽ ടി വിയോ ഫോണോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഈ അവധിക്കാലത്ത് നമുക്ക് അങ്ങനെ ഈ സമയമൊക്കെ നമുക്ക് അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ
കുട്ടികളുടെ കൂടെ ഇരുന്ന് സമാധാനത്തിലൊന്ന് ആഹാരം കഴിക്കാനും ഒന്നും നമുക്ക് പറ്റാറില്ല, തിരക്കും ഓട്ടോ ആയതുകൊണ്ട്. ഈ അവധിക്കാലത്ത് അതിനൊക്കെ പറ്റുന്നത്. അപ്പം ഫുഡൊക്കെ കഴിഞ്ഞു എല്ലാം ഒന്ന് തുടച്ച് പെറുക്കി വൃത്തിയാക്കിയിട്ട് ഈ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് വരുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടാൽ തന്നെ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഫുഡ് കഴിച്ച ഉടനെ എല്ലാം പാത്രങ്ങളും എല്ലാം കഴുകി പെറുക്കി ഡൈനിങ് ടേബിളെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി. ഈ ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്ന ഈ ഡൈനിങ് ടേബിൾ ക്ലീനർ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ കിച്ചണെല്ലാം ക്ലീനാക്കി അടിച്ചു വാരി പെറുക്കി പണികളൊക്കെ തീർത്ത്. ഇനിയിപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കുറേ നേരം ഇരിക്കാൻ വർത്താനം പറയാം. അപ്പം ഇത്രയുള്ളൂ ഈ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. All for his beautiful nights and his kind manager, everything loved to be around Sunny. Sunny never cheated at the games and he never made jokes at others. Even when Sunny won the first prize in his class, he was humble. He treated everyone with kindness and respect. Heart and mouth and teeth and feet. One morning at school, Ginny saw her younger brother John fighting with the boy. He ran to them and shouted, "Stop! Don't pinch and slap each other. Your hands are not for beating. Do you what to know what your hands for?" The children were curious. "Then what are hands for?" asked Well. "Hands are for slapping your fingers